നമ്മൾ ഈ സെമസ്റ്ററിൽ പഠിക്കാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ് മൾട്ടിപ്പിൾ ഇൻ്റഗ്രൽസ്. ഓക്കെ, മൾട്ടിപ്പിൾ ഇൻ്റഗ്രൽസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റഗ്രേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? സാധാരണ നമ്മൾ പഠിച്ച ഇൻ്റഗ്രേഷൻ സിംഗിൾ ഇൻ്റഗ്രലാണ്. അതായത് നമ്മുടെ ഇൻ്റഗ്രേഷൻ ഫോം എങ്ങനെയാണ്? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് നമ്മൾ സാധാരണ എഴുതാറുള്ളത്. ഇതിൽ എ ബി എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കും? ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും അല്ലെ, സംഖ്യ ആയിരിക്കും. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻ്റഗ്രൽ 1 to 2 എക്സ് സ്ക്വയർ ഡി എക്സ്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സിംഗിൾ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോണത് ഡബിൾ ഇൻ്റഗ്രലാണ് നമ്മൾ പഠിക്കാൻ പോണത്. നമ്മൾ ഈ ഇന്റഗ്രേഷനെ, ഈ സിംഗിൾ ഇന്റഗ്രലൊക്കെ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ ജോമെട്രിക്കൽ മീനിങ് എന്താണ്, എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മൾട്ടിപ്പിൾ ഇന്റഗ്രൽസിന്റെ കേസിലും ഇതിനും ജോമെട്രിക്കൽ ആയിട്ടുള്ള മീനിങ് ഉണ്ട്. ഇത് എങ്ങനെ ഡെവലപ്പ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് നമ്മുടെ ഡയറക്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കാരണം അങ്ങനെ അതിന്റെ ഒരു ഫുൾ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. തൽക്കാലം നമുക്ക് ഈ വീഡിയോയിലൂടെ എങ്ങനെയാണ് ഇതിന്റെ പ്രോബ്ലംസ് ചെയ്യുന്നത്, ഓക്കെ, അത് നമുക്ക് കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, അത് നമുക്ക് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നൗ വി വിൽ ഷോ ഹൗ ടു ഇവാലുവേറ്റ് ഡബിൾ ഇന്റഗ്രൽ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സ്വാഭാവികമായിട്ടും ഡബിൾ ഇന്റഗ്രൽ വരുമ്പോഴത്തേക്ക് എന്താ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ, ഇതുവരെ നമ്മുടെ ഫംഗ്ഷൻ ആയിരുന്നു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു സിംഗിൾ ഫംഗ്ഷൻ ആയിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഡബിൾ ഇന്റഗ്രൽ നമ്മൾ വരാൻ പോകുന്ന ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷൻസ് ഓഫ് 2 വേരിയബിൾസ് ആണ്. നിങ്ങൾ പഠിച്ചിട്ടില്ലേ എഫ് ഓഫ് എക്സ് വൈ? ഈ ഡബിൾ ഇന്റഗ്രലിലെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 2 വേരിയബിൾ ഫംഗ്ഷൻ ആണ്. ഫോർ എക്സാമ്പിൾ ഒരു എക്സ് സ്ക്വയർ വൈ, അല്ലെങ്കിൽ ഒരു എക്സ് പ്ലസ് വൈ സ്ക്വയർ, അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഒരു എക്സ് റൈസ് ടു എൻ വൈ റൈസ് ടു എം. ഈ എക്സും വൈയും ഒന്നിച്ചു വരുന്ന ഏത് ഫംഗ്ഷനെ നമുക്ക് എന്ത് വിളിക്കാം? ആ ഒരു 2 വേരിയബിൾ ഫംഗ്ഷൻ നമുക്ക് വിളിക്കാം. ഇതിനെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഫ് ഓഫ് എക്സ് വൈ ഇന്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ എഫ് ഓഫ് എക്സ് വൈ ഇന്റഗ്രേറ്റ് ചെയ്യും. എഫ് ഓഫ് എക്സ് വൈ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും 2 ഇന്റഗ്രൽ വരും, കാരണം 2 വേരിയബിൾ ഉണ്ട്. ഓക്കെ, അപ്പം എക്സും ഉണ്ട് വൈയും ഉണ്ട്. അപ്പൊ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സും വരാം, വിത്ത് റെസ്പെക്ട് ടു വൈയും വരാം. ഓക്കെ, അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഒരു സംശയം വെച്ച് കഴിഞ്ഞാൽ ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണോ വിത്ത് റെസ്പെക്ട് ടു വൈ ആണോ, അല്ലെ? അതോ നേരെ തിരിച്ചാണോ? അതായത് ആദ്യം ഡി വൈ വന്നിട്ട് ഇവിടെ ഡി എക്സ് ആണോ? ഓക്കെ, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ നേരത്തെ നിങ്ങൾ പാർഷ്യൽ ഡെറിവേറ്റീവിനെ പറ്റി പഠിച്ചിട്ടുണ്ട് അല്ലെ? എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, അല്ലെ, എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഒരു 2 വേരിയബിൾ ഫംഗ്ഷൻ ആണ്. അതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പം ഡോ എഫ് ബൈ ഡോ എക്സ്, ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത് ചെയ്യുമ്പോൾ എക്സിനെ വേരിയബിൾ ആയിട്ട് കാണുകയും വൈയെ നമ്മൾ എന്തായിട്ട് ചെയ്യും? ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അങ്ങനെയായിരുന്നല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈ ഇന്റഗ്രേറ്റ് ചെയ്യും, പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്ക് ഡോ എഫ് ബൈ ഡോ വൈ നമ്മൾ കണ്ടുപിടിക്കാറുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യുന്നതാണ്, ഇവിടെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വൈയെ വേരിയബിൾ ആയിട്ടും എക്സിനെ എന്തായിട്ട് എടുക്കും? ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതാണല്ലോ പാർഷ്യൽ ഡെറിവേറ്റീവ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ഒരു ജസ്റ്റ് റിവേഴ്സ് പ്രോസസ് ആണ് ആക്ച്വലി ഈ ഇവിടെ നടക്കുന്നത് പാർഷ്യൽ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. എന്താണ് പേരാണ്? പാർഷ്യൽ ഇന്റഗ്രേഷൻ. പാർഷ്യൽ ഇന്റഗ്രേഷൻ രണ്ടെണ്ണം ഉണ്ട്. ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ്. നോക്കിയേ, ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എക്സിന്റെ ലിമിറ്റ് ആണ്, ഇന്റഗ്രേഷന്റെ ലിമിറ്റ് ആണ് എയും ബിയും. ഓക്കെ, ആക്ച്വലി എയുടെ ഇന്റഗ്രേഷൻ ലിമിറ്റ് ആണ് എ ടു ബി, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇവിടെ വൈയെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? നമ്മൾ ഇവിടെ വൈയെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. ഇനി അടുത്ത് നോക്കിയേ, ഇന്റഗ്രൽ സി ടു ഡി എഫ് ഓഫ് എക്സ് വൈ ഡി വൈ. ഇവിടെ ഉദ്ദേശിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഈ തന്നിരിക്കുന്ന സി ഡി എന്ന് പറയുന്നത് വൈയുടെ ഇന്റഗ്രേഷൻ ലിമിറ്റ് ആണ്. ഓക്കെ, സോ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എക്സ് ഉണ്ട്, സ്വാഭാവികമായിട്ട് ആ എക്സിനെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? ആ എക്സിനെ ഇവിടെ നമ്മൾ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ. ശരിയല്ലേ? ഇവിടെ എക്സ് കോൺസ്റ്റന്റ് ആണ്, ഇവിടെ ആര് കോൺസ്റ്റന്റ് ആണ്? വൈ കോൺസ്റ്റന്റ് ആണ്.
ഈ ഇന്റഗ്രേഷൻ ഇതിന് വിളിക്കുന്നതാണ് പാർഷ്യൽ ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറയുന്നത്. പാർഷ്യൽ ഡെഫിനിറ്റ് ഇന്റഗ്രൽ. ഓക്കെ, ആദ്യം കിടക്കുന്നത് ഏതാണ്? പാർഷ്യൽ ഡെഫിനിറ്റ് ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ആദ്യം കിടക്കുന്നത്. അത് ഇവിടുന്ന് മനസ്സിലാവും. ഈ രണ്ടാമത് ഇരിക്കുന്ന ആരാണ്? പാർഷ്യൽ ഡെഫിനിറ്റ് ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് വന്നിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? നമുക്ക് ഇത് വെച്ചിട്ട് ഒരു സിമ്പിൾ ഏറ്റവും ബേസിക് ആയിട്ട് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, എന്താണ്? ഇന്റഗ്രൽ 0 to 1 xy² dx. കണ്ടല്ലോ, ശ്രദ്ധിക്കാം, xy² dx. അപ്പൊ ഇവിടെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ആരാണ്? വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. എക്സിന്റെ ഇന്റഗ്രേഷൻ ലിമിറ്റ് ആണ് 0 to 1 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആര് കോൺസ്റ്റന്റ് ആണ്? y² എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. നമ്മളൊരു സംഖ്യയെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഒരു കോൺസ്റ്റന്റ് നമ്പർ ആണെങ്കിൽ നമ്മൾ നമ്പറിനെ ഔട്ട്സൈഡ് എടുക്കത്തില്ലേ എന്ന് പറയുന്ന പോലെ ഈ y² നമുക്ക് എന്തെടുക്കാമെങ്കിൽ ഈ y² ഔട്ട്സൈഡ് എടുക്കാം. ബിക്കോസ് y² ഈസ് കോൺസ്റ്റന്റ്. മിച്ചം എന്ത് വരും? ഇന്റഗ്രൽ 0 to 1 x dx. ഇനിയിപ്പോ എളുപ്പ ഇന്റഗ്രൽ 0 to 1 x dx നമുക്കറിയാം. അതെന്ത് വരും? x²/2 അല്ലെ? x²/2 വന്നിട്ട് അതിന് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. y² ഇന്റഗ്രൽ 0 to 1 x dx. ഇനി എന്ത് ചെയ്തു? x dx ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? x²/2 എന്ന് വരും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? x = 0 to 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആർക്ക് മാത്രമേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്? എക്സിന് മാത്രമേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. കാരണം അത് എക്സിന്റെ ഇന്റഗ്രേഷൻ ആണ്. y² അവിടെ ഒരു കോൺസ്റ്റന്റ് ആണ്. സോ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? ആൻസർ y²/2 എന്ന് നമുക്ക് കിട്ടും. ഇവിടെ നിങ്ങൾ ഒബ്സർവ് ചെയ്യണം, അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 2 വേരിയബിൾ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ഒരു ഫംഗ്ഷൻ ഓഫ് വൈ അല്ലേ കിട്ടിയത്? ശരിയല്ലേ? ഇതൊരു ഫംഗ്ഷൻ ഓഫ് വൈ ആണ്. അപ്പൊ അത് മനസ്സിൽ വെക്കുക. ഒരു 2 വേരിയബിൾ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു ഫംഗ്ഷൻ ഓഫ് വൈ കിട്ടി. ഇതവിടെ ഇരിക്കട്ടെ. ഇനി രണ്ടാമത്തെ പ്രോബ്ലം, ക്വസ്റ്റ്യൻ ഇത് തന്നെ, ഫംഗ്ഷൻ സെയിം തന്നെ, xy². പക്ഷെ വ്യത്യാസം എന്താണ്? നമ്മൾ ചോദിച്ചിരിക്കുന്ന ഇന്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഈ 0 to 1 എന്ന് പറയുന്നത് വൈയുടെ ഇന്റഗ്രേഷൻ ലിമിറ്റ് ആണ്. ഓക്കെ, അപ്പം ടോട്ടലി ഇത് വൈയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ആണ്. എങ്കിൽ നമ്മൾ ആരെയാണ് ഇവിടെ ഔട്ട്സൈഡ് എടുക്കേണ്ടത്? ഇവിടുത്തെ കോൺസ്റ്റന്റ് ആരായിരിക്കും? എക്സ് ആയിരിക്കും കോൺസ്റ്റന്റ്. സോ നമ്മൾ എക്സിന് ഔട്ട്സൈഡ് എടുക്കുന്നു. എന്നിട്ട് എന്ത് എഴുതും? 0 to 1 y² dy. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിപ്പം y² വൈയുടെ മാത്രം പ്രോബ്ലം ആയി തീർന്നു. സോ അതാണ് നമ്മൾ എഴുതുന്നത് x into ഇന്റഗ്രൽ 0 to 1 y² dy. സോ y² dy യുടെ ഇന്റഗ്രേഷൻ എടുത്താൽ അപ്പൊ എന്ത് വരും? y³ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 0 to 1. അപ്പൊ ഇവിടെ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആർക്ക് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? വൈക്ക് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ വൈക്ക് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും x/3. ഇവിടെ നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ട കാര്യം എന്താണ്? ഒരു 2 വേരിയബിൾ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. പിടിയോ? അപ്പൊ അതാണ് ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്, കൊടുത്തിരിക്കുന്നത്. എ പാർഷ്യൽ ഡെഫിനിറ്റ് ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് വൈ ആൻഡ് ഹെൻസ് ക്യാൻ ബി ഇന്റഗ്രേറ്റഡ് വിത്ത് റെസ്പെക്ട് ടു വൈ. ഇന്ന് നിങ്ങൾ നോക്കിയേ, ഇപ്പൊ നോക്കിയേ, വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ എന്താണ്? ഒരു ഫംഗ്ഷൻ ഓഫ് വൈ അല്ലേ? അതുകൊണ്ട് വേണമെങ്കിൽ ഇതിനെ വേണമെങ്കിൽ ഒന്നുകൂടെ വിത്ത് റെസ്പെക്ട് ടു എന്ത് ഇന്റഗ്രേറ്റ് ചെയ്യാം? വിത്ത് റെസ്പെക്ട് ടു വൈ വേണമെങ്കിൽ ഒന്നുകൂടെ ഇന്റഗ്രേറ്റ് ചെയ്തുകൂടെ? നോക്കിയേ, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ഓഫ് വൈ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്നുകൂടെ എന്ത് ചെയ്യാം? ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കാം വിത്ത് റെസ്പെക്ട് ടു എന്ത്? വിത്ത് റെസ്പെക്ട് ടു വൈ. നമുക്ക് വേണമെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു വൈ ഒന്നുകൂടി ഇന്റഗ്രേറ്റ് ചെയ്യാം. അതുപോലെ ഇവിടെ നോക്കിയേ, ആൻസർ ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ നടത്തുമ്പോൾ കിട്ടിയ ആൻസർ എന്താ? വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് വേണമെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എന്ത് ഒന്നുകൂടെ ഇന്റഗ്രേറ്റ് ചെയ്യാം? വിത്ത് റെസ്പെക്ട് ടു എക്സ് ഒന്നുകൂടെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അതാണ് ഈ പറയുന്നത്. A partial definite integral with respect to x is a function of y and hence can be integrated with respect to y. അതേപോലെ തന്നെ തിരിച്ച് similarly a partial definite integral with respect to y can be integrated with respect to x. അങ്ങനെ നമ്മൾ ഒരു തവണ ഇന്റഗ്രേറ്റ് നടത്തി പിന്നെ ഒന്നുകൂടെ ഇന്റഗ്രേഷൻ നടത്തുകയാണെങ്കിൽ ഈ ഒരു 2 സ്റ്റേജ് ഇന്റഗ്രേഷൻ പ്രോസസ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐറ്ററേറ്റഡ് ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ഇന്റഗ്രേഷൻ. അതല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഡബിൾ ഇന്റഗ്രൽ. പറഞ്ഞു മനസ്സിലായി? വിത്ത് റെസ്പെക്ട് ഒരു 2 വേരിയബിൾ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആൻസർ ഒരു ഫംഗ്ഷൻ ഓഫ് വൈ ആവും. ആ കിട്ടിയ ആൻസറിനെ ഒന്നുകൂടെ വിത്ത് റെസ്പെക്ട് ടു വൈ എടുക്കുന്നു. അതായത്
ഒരു 2 സ്റ്റേജ് ഇന്റഗ്രേഷൻ അവിടെ നടക്കുന്നു. അതാണ് നമ്മുടെ ഡബിൾ ഇന്റഗ്രൽ. സിമിലർലി ഒരു ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേഷൻ നടത്തിയതിനു ശേഷം ഒന്നുകൂടെ വിത്ത് റെസ്പെക്ട് ടു x നമ്മൾ ചെയ്യുന്നു. ഓക്കെ, അതിനാണ് നമ്മൾ ഡബിൾ ഇന്റഗ്രൽ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഈ താഴെ കിടക്കുന്ന നൊട്ടേഷൻ നോക്കി, താഴെ കിടക്കുന്ന കാര്യം ഇത് എങ്ങനെ വായിക്കാം? ക്വസ്റ്റ്യൻ നോക്കി, ഇന്റഗ്രൽ c ടു d ഇന്റഗ്രൽ a ടു b f ഓഫ് x y dx. സ്വാഭാവികമായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എഫ് ഓഫ് എക്സ് വൈയുടെ തൊട്ടിടത്തും വലത്തും കിടക്കുന്ന ആൾക്കാർ നോക്കുക. എഫ് ഓഫ് എക്സ് വൈയുടെ തൊട്ടിടത്ത് വന്നിരിക്കുന്ന ആരാണ്? ഇന്റഗ്രൽ എ ടു ബി. അതല്ല എഫ് ഓഫ് എക്സ് വൈയുടെ തൊട്ട് ഇടത്ത് വശം വന്നിരിക്കുന്നത്, എഫ് ഓഫ് എക്സ് വൈയുടെ തൊട്ട് ഇടത്ത് വശം വന്നിരിക്കുന്നത് എഫ് ഓഫ് എക്സ് വൈ, സോറി ഇന്റഗ്രൽ എ ടു ബി. തൊട്ട് വലതുവശം വന്നിരിക്കുന്ന ആരാണ്? ഡി എക്സ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? എഫ് ഓഫ് എക്സ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുക. അതിന്റെ ലിമിറ്റ് ആണ് ഈ എ ടു ബി എന്ന് പറയുന്നത്. എന്നിട്ട് അടുത്ത എന്ത് ചെയ്യണം? ഇനി ലെഫ്റ്റ് എൻഡിൽ കിടക്കുന്ന ആരാ? സി ടു ഡി. അപ്പം ഇതിന്റെ ഉത്തരം നമുക്ക് എന്ത് കിട്ടും? ഒരു ഫംഗ്ഷൻ ഓഫ് y ആയിരിക്കത്തില്ലേ കിട്ടുന്നത്? നമ്മളിപ്പം പറഞ്ഞല്ലോ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്താൽ ഒരു ഫംഗ്ഷൻ ഓഫ് y ആയിരിക്കും കിട്ടുന്നത്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ ക്വസ്റ്റ്യൻ കഴിയില്ല. ഇവിടെ നമുക്ക് വേണ്ടതാണ് ഇന്റഗ്രൽ സി ടു ഡി. ഇവിടെ ഒരു ഡി വൈ എഴുതാണ്, ഡി വൈ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇപ്പം കിട്ടിയ ജി വൈയെ ഒന്നുകൂടെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്യണം. അതാണ് ഈ പറഞ്ഞിരിക്കുന്നതിന്റെ മീനിങ്. ഏതാണ് എഴുതിയിരിക്കുന്നത്? ഒരു ബ്രാക്കറ്റ് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്താൽ നമുക്ക് എളുപ്പം മനസ്സിലാവും. നമ്മളിപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ ഉടനെ ഒരു ബ്രാക്കറ്റ് ഉപയോഗിച്ച് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ എളുപ്പമാണ്. അപ്പം ബ്രാക്കറ്റ് അകത്തുള്ള ആളെ മാത്രം നോക്കിയാൽ മതി. അപ്പൊ അവിടെ നമുക്ക് ക്ലിയർ ആയി. ഫസ്റ്റ് ചെയ്യേണ്ടത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ആ കിട്ടിയ ഉത്തരത്തെ വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്യണം. നമുക്ക് ക്ലിയർ ആവും. അതുപോലെ ഓർഡർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇവിടെ നമ്മൾ ഡി എക്സ് ഡി വൈ അല്ലേ, വേണമെങ്കിൽ ഇവിടെ താഴത്തെ അടുത്ത് നമുക്ക് ഡി വൈ ഡി എക്സ് എഴുതാം. അപ്പം നോക്കിയേ, അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യാം? ഇവിടുന്ന് ക്ലിയർ ആണ്. എഫ് ഓഫ് എക്സിയുടെ തൊട്ടിടത്ത് വശം വന്നിരിക്കുന്നത് സി ടു ഡി, തൊട്ട് വലതുവശം വന്നിരിക്കുന്നത് ഡി വൈ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അവിടെ കൊണ്ടൊരു ബോക്സ് എന്ന് വരയ്ക്കുക. അപ്പൊ അവിടുന്ന് നമുക്ക് ക്ലിയർ ആണ്. നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ആരെയാണ്? വിത്ത് റെസ്പെക്ട് ടു y ആണ് ഇന്റഗ്രേഷൻ നടത്തുന്നത്. വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേഷൻ നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? വിത്ത് റെസ്പെക്ട് ടു ഒരു ഫംഗ്ഷൻ ഓഫ് ഒരു എക്സ് കിട്ടും. ഓക്കെ, അയാൾ നമ്മൾ എന്ത് ചെയ്യണം? വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ ഇന്റഗ്രൽ എ ടു ബി ഡി എക്സ്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഡി എക്സ് കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, ഇതിനാണ് നമ്മൾ ഐറ്ററേറ്റഡ് ഇന്റഗ്രേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, താങ്ക് യു. ഇതിന് നമുക്ക് പ്രോബ്ലം നോക്കാം, നെക്സ്റ്റ് വീഡിയോ നോക്കാം.